കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6, 43 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങളും. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്തവൻ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ രണ്ട് തരത്തിലുള്ള ജീവിതക്രമത്തെ, ഒരു ആത്മീയ ജീവിതത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, വചനം കേൾക്കുന്നവരാണ്. നമ്മളെല്ലാവരും അതിനകത്ത് പെടുന്നവരാണ്. ഞാനും നിങ്ങളൊക്കെ വചനം കേൾക്കുകയും നിരന്തരമായിട്ട് വചനം കേൾക്കുകയും വചനം ശ്രവിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. രണ്ടാമത്തേത്, വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്യും. ആ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിൽ ഒരു 100% ഒരു 50% ചിലപ്പോൾ ബാക്കപ്പ് ചെയ്യേണ്ടി വരും, എടുത്ത് മാറ്റേണ്ടി വരും. വചനം നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടെങ്കിലും കേൾക്കുന്ന വചനം അനുസരിച്ച് നമ്മൾ എത്ര പേര് ജീവിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാകേണ്ടി വരും. അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റിയില്ലെന്ന് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇനി സുവിശേഷത്തിൽ തന്നെ ഈശോ ഇതിന് ഒരു ഉദാഹരണത്തിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത പോലെയാണെന്ന് പറയും. മറ്റേത് വലിയ ഉറപ്പില്ലാത്ത മണൽത്തിട്ടൽ ഒക്കെ ഭവനം പണിതതുപോലെയാണ് വചനം കേട്ട് എന്നത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത്. നമ്മളുടെ ആത്മശോധന ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത് പാറമേലാണോ അതോ മണൽത്തിട്ടയുമേലാണോ, ഉറപ്പില്ലാത്ത തറമേലാണോ എന്നുള്ളതാണ്. അതാണോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. ഒരു കാലത്ത് 2018 കേരളത്തിലും നമ്മൾ ഈ വെള്ളപ്പൊക്കമൊക്കെ അനുഭവിച്ചാണ്. കൊടുങ്കാറ്റുണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ പല സമയങ്ങളിലായിട്ട് പല ഇടങ്ങളിലായിട്ട് നമുക്ക് ഈ കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകും. ഈ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ നമ്മൾ നനച്ചിരിക്കാത്ത സമയത്തും അൺഎക്സ്പെക്റ്റഡായിട്ട് അപ്രതീക്ഷിതമായ ചില സമയങ്ങളിലും കാലങ്ങളിലൊക്കെയാണ് ഇത് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെത്ര പേര് ഇതിനെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ, ഒരു ബേസ്, ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ളതാണ്. ഇത് വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റോ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിലുണ്ടാകുന്ന കൊടുങ്കാറ്റ് നാളെയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിക്കാൻ പോകുന്ന
കൊടുങ്കാറ്റിനെയും വെള്ളപ്പൊക്കത്തെയും നേരിടാൻ തക്ക വിധത്തിൽ യേശു ക്രിസ്തുവിൽ ബലപ്പെട്ട രീതിയിൽ പണിയപ്പെട്ടതാണോ നമ്മുടെ ഭവനങ്ങൾ? ഇതാണ് ചോദ്യം. അതാണോ അല്ലേ എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ടാണ് നമ്മൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് സുവിശേഷ ഭാഗം ആരംഭിക്കുമ്പോൾ അവിടെ പറയുന്നത്, നല്ല വൃക്ഷം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു, ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങൾ. അപ്പോൾ ഒരു വൃക്ഷത്തെ എങ്ങനെ മനസ്സിലാക്കും? പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ നോക്കിയിട്ടാണ് ഒരു വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവാകുന്ന പാറമേലാണോ ഇപ്പോൾ പണിയപ്പെട്ടിരിക്കുന്നത്? അല്ലേ? പണിയാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ പണിയണം. കാരണം നമുക്കറിയില്ല എപ്പോഴാണ് കാറ്റടിക്കുന്നതെന്നും എപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നും നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ദുരനുഭവങ്ങളുടെ വിദൂര ഭാവിയിൽ എന്ന് എപ്പോൾ എങ്ങനെ നമ്മൾ കടന്നു പോകും നമുക്കറിയത്തില്ല. അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്ന ഒരു കൊടുങ്കാറ്റിനെ സ്വീകരിക്കാൻ മാത്രം ബലമുള്ളതായി ഫൗണ്ടേഷൻ, ക്രിസ്തുവിൽ ഒരു 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 ഫൗണ്ടേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നാണ് നമ്മൾ ഇപ്പോൾ ആത്മശോധന ചെയ്യേണ്ടത്. നമ്മളൊരു ഭവനം പണിയുമ്പോൾ, പണിതുയർത്തുമ്പോൾ ആദ്യം ഇടുന്ന ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഇട്ട് ചിലപ്പോൾ കുറച്ച് നാളൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിടും. എന്തിനാ? അതിനൊരു ബലം കിട്ടാൻ വേണ്ടി. അതിനുശേഷമാണ് പണിതുയർത്തുന്നത്. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൽ ഓൾറെഡി ശില സ്ഥാപിക്കപ്പെട്ടതാണെന്നാണ് പൗലോസിനെ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ യേശുക്രിസ്തുവാകുന്ന പാറമേൽ നമ്മൾ യഥാർത്ഥത്തിൽ പണിയപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് ഫലങ്ങളിൽ നിന്നാണ്. ഒരു വിഷമം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്ത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്? ഒരു പരാജയം നേരിടുമ്പോൾ, ജീവിതത്തിലൊരു നഷ്ടം ഉണ്ടാകുമ്പോൾ, ജീവിതത്തിനെതിരെ ഒരു അൺഎക്സ്പെക്റ്റഡ് അപ്രതീക്ഷിതമായ ഒരു കൊടുങ്കാറ്റിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ എന്ത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്? നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചു, നമ്മൾ ആരെങ്കിലും മുറിപ്പെടുത്തി, നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥതകളുണ്ടായി, അപ്പോൾ എന്ത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നതെന്ന് ആത്മശോധന ചെയ്താൽ മതി. വല്ലാതെ വൈകാരികമായിട്ട് അസ്വസ്ഥപ്പെട്ട്, ഡിസ്റ്റർബഡായി, നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, ഭയപ്പെട്ട്, ദുഃഖിച്ചും, ചിലപ്പോൾ വെറുപ്പിലും വിദ്വേഷത്തിലും അസൂയയിലും സ്വാർത്ഥതയിലൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇപ്പോഴും ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പൗലോസിനെ പറഞ്ഞത്, ഞാൻ ഇന്നലകളിൽ പാപികളിൽ ഒന്നാമനായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ എനിക്ക് കർത്താവിൻ്റെ കരുണ ലഭിച്ചു. യേശുക്രിസ്തുവിൽ അവൻ്റെ കാരുണ്യത്തിൽ ഞാൻ പണിയപ്പെട്ടപ്പോൾ ഞാൻ ബലിഷ്ഠമായ ഭവനമായി തീർന്നു എന്നാണ് പൗലോസിനെ ആദ്യ വായനയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ പണിയപ്പെടുമ്പോൾ, എൻ്റെ ജീവിതം ക്രിസ്തുവാകുന്ന പാറമേൽ അവൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മേൽ പണിയപ്പെട്ടതായി നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെയിൽ കാറ്റടിക്കും, കോളുണ്ടാകും, അപ്രതീക്ഷിതമായ ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തെറ്റിദ്ധാരണകളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒക്കെ യേശു കടന്നുപോയ സകല അനുഭവങ്ങളിലൂടെയും ഒരു ക്രിസ്ത്യാനി കടന്നു പോകാൻ സ്വർഗം അനുവദിക്കുമ്പോൾ ആ അനുഭവങ്ങളിൽ തകർന്നു പോകാതെ, കാറ്റടിച്ചപ്പോൾ ആ ഭവനം വീണുപോയില്ല എന്ന് പറയുന്നത്. കാരണം ഇത് ഓൾറെഡി ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ടതായിരുന്നു എന്നാണ്. അപ്പോൾ ക്രിസ്തുവാകുന്ന പാറമേലാണോ നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. ആത്മശോധനയ്ക്ക് വിധേയമാക്കുന്നത് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിലൂടെയാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നമ്മൾ എന്താണ് സംസാരിക്കുന്നത്? ഒരു വിഷമം ഉണ്ടാകുമ്പോൾ നിരാശയുടെ വാക്കാണോ? പ്രതീക്ഷയില്ലാത്ത സ്വരമാണോ നമ്മളിൽ നിന്ന് വരുന്നത്? പ്രത്യാശയില്ലാത്തവരെ പോലെയാണ് സംസാരിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും നിത്യജീവനിലുള്ള വിശ്വാസത്തിലും വിശ്വസിക്കുന്ന നമ്മൾ അതുമായി ഒരു ബന്ധമില്ലാത്ത സംസാര രീതികളും ജീവിത ചെയ്തികളുമാണ് നമ്മളിൽ നിന്നും വരുന്നതെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ പണിയപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുക. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് നല്ല വൃക്ഷമാണ്. ചീത്ത വൃക്ഷം ചീത്ത ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. നല്ല വൃക്ഷങ്ങളായി യേശുക്രിസ്തുവിൽ പണിയപ്പെട്ട ആ ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട ഭവനങ്ങളാക്കി വിദൂര ഭാവിയിൽ നമ്മുടെ ജീവിതമാകുന്ന ഭവനങ്ങളുടെ മേൽ ആഞ്ഞടിക്കാൻ സാധ്യതയുള്ള എല്ലാ കൊടുങ്കാറ്റുകളിലും വെള്ളപ്പൊക്കത്തിലും അസ്വസ്ഥതകളിലും വീണുപോകാതെ അടിയുറച്ചു നിൽക്കാനുള്ള ഒരു ബലം പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.